തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മരിച്ച സംഭവത്തിൽ പ്രതി സുഗാന്ത് കീഴടങ്ങിയത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. കീഴടങ്ങൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പ്രതിക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് കോടതി. അന്വേഷണത്തിൽ ഇക്കാര്യം തെളിഞ്ഞിട്ടുണ്ടെന്നും കോടതി. യുവതിയും സുഗാന്തുമായുള്ള ചാറ്റുകൾ ചോർന്നെന്ന് പ്രതിയുടെ അഭിഭാഷകൻ. പോലീസ് കസ്റ്റഡിയിലുള്ള ചാറ്റുകൾ ചോർന്നതെങ്ങനെയെന്ന് ഹൈക്കോടതി. വിശദമായ അന്വേഷണം വേണമെന്നും കോടതി. മുന്നണി പ്രവേശനത്തിൽ UDF-നോട് ഇടഞ്ഞ് PV അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും അൻവറിന് അതൃപ്തി. അൻവറുമായി ചർച്ച നടത്താനൊരുങ്ങി UDF. നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ കൊച്ചിയിൽ കോൺഗ്രസ് യോഗം. യോഗത്തിൽ സണ്ണി ജോസഫും അടൂർ പ്രകാശും AP അനിൽകുമാറും പങ്കെടുക്കും. കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് 29 കണ്ടെയ്നറുകൾ. കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന വസ്തുക്കളും. കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യത. കണ്ടെയ്നറുകളിൽ തുടരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ്. വയനാട് തിരുനെല്ലിയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തി. പ്രവീണയെ കൊലപ്പെടുത്തിയ ദിലീഷും പിടിയിൽ. കുട്ടിയെ കണ്ടെത്തിയത് പ്രതി ദിലീഷിനൊപ്പം. ആക്രമണത്തിൽ പരിക്കേറ്റ മൂത്ത മകൾ ചികിത്സയിൽ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് 11 ജില്ലകളിൽ റെഡ് അലർട്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രത. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. മലയോര തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം. നിലമ്പൂരിൽ മീൻ പിടിക്കാൻ പോയയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വല്ലപ്പുഴ സ്വദേശി റഷീദ്. മൂവാറ്റുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൾക്കായി തെരച്ചിൽ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ 50% തീരുവ ചുമത്തുന്നത് ജൂലൈ 9 വരെ നീട്ടി ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാർ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ധാരണ. തീരുമാനം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായുള്ള ചർച്ചയെ തുടർന്ന്.